ഇത്രയും ഭംഗിയുള്ള മലകളെ എറിയരുത്. ഞാനിവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കാന്ന് പറഞ്ഞില്ല നിന്നോട്. ഹായ്, ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ നീതു. വെൽക്കം ടു നീതു ഇൻഡോ-ഇറ്റാലിയൻ ഡിഷസ്. ഇന്ന് ഡിഷസ് ഒന്നുമായിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മളെ ക്യാമ്പറൊക്കെ വന്ന് നല്ലതായിട്ട് റെസ്റ്റ് എടുക്കാൻ പറ്റി, ഒന്ന് റിലാക്സ്ഡ് ആകാൻ പറ്റിയെന്ന ഒരു നല്ല സ്ഥലമുണ്ട്. അതിന് തൊട്ടടുത്ത് ഒരു ചെറിയ ആറ് പോലുണ്ട്. ഇവിടെ എല്ലാവരും ഇങ്ങനെ റെസ്റ്റ് എടുക്കാനായിട്ട് വന്നിരിക്കുന്നതും റിലാക്സ്ഡ് ആകാനായിട്ട് വന്നിരിക്കുന്നതുമാണ്. ആ പ്ലേസ് ഞാൻ ഓർത്തു ഒന്ന് ക്യാമറയിൽ പകർത്തി നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് ഓർത്തു. നല്ല രസമാണ് കേട്ടോ. നമ്മൾ ആരെയും അങ്ങനെ അടുപ്പിച്ച് കാണിക്കുന്നൊന്നുമില്ല. എല്ലാവരും വെയിൽ കായാനും ഇപ്പോൾ ഈ തണുപ്പായി കഴിയുമ്പോഴത്തേക്കിന് വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഇവിടെ എല്ലാവർക്കും ഉണ്ടാവും. അപ്പം അത് തടയാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് എല്ലാവരും വെയിലെടുക്കൊള്ളാനും ഒക്കെ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ്. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഈ ചൂടത്ത് ഇവരിന്നത് വരാനായിട്ടും ഇതിന് ഒരു ചെറിയൊരു ഫീസുണ്ട്. ആ ഫീസ് കൊടുത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് വന്ന് റിലാക്സ്ഡായി ഒരു ഡേ മുഴുവൻ സ്പെൻഡ് ചെയ്ത് 8 o'clock ആവായിട്ട് 8 o'clock ആകുമ്പോൾ പോയാൽ മതി. ഇതിൻ്റെ അകത്ത് നല്ല സൗകര്യമാണ്. കുട്ടികൾക്ക് സൈക്ലിങ് ചെയ്യാനും ബാഡ്മിൻ്റൺ കളിക്കാനും പിന്നെ നമ്മളെപ്പോലുള്ളവർ ഇതുപോലൊരു പിക്നിക്കിനായിട്ട് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വീട്ടിൽ നിന്ന് വന്നു. ഇവിടെ രാവിലെ വന്നു വൈകിട്ട് വരെ ഇരുന്ന് ആ ആറ്റിൽ പോയി കുറേ നേരം വെള്ളത്തിൽ കിടന്ന് ചാടി അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഒന്ന് റിലാക്സ്ഡ് ആകുമ്പോൾ നമ്മൾ സാധാരണ വീട്ടിൽ പോകാറുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ഇവിടുത്തെ ഈ പ്രകൃതി ഭംഗി നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന്. അത് നമുക്ക് കാണാം, ഓരോന്നോരോന്നായി കാണാം. ലെറ്റ്സ് ഗോ. എങ്ങനെയാണ് സാധനങ്ങൾ സെറ്റ് ചെയ്ത് ഇറങ്ങുന്നതെന്നുള്ളതൊക്കെ ഒരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ഇവിടെ ഇഷ്ടംപോലെ ഫാമിലീസായിട്ട് എല്ലാവരും വന്ന് ഓരോ മരത്തിൻ്റെ അടിയിൽ ടെൻ്റടിച്ച് പിള്ളേർക്ക് കളിക്കാനൊരു സ്ഥലങ്ങളുണ്ട്. അവർക്ക് കളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നല്ല ഒരു ഡേ ഔട്ട് ആക്കാനായിട്ട് പറ്റും. കാരണം ഇപ്പം നമുക്ക് വലിയ വലിയ ടൂറുകളോ ഒന്നും നടത്താൻ പറ്റത്തില്ലല്ലോ ഈ കൊറോണയുടെ പ്രോബ്ലം കാരണം. അപ്പോൾ ഇങ്ങനെ ഒരു അവസരത്തിൽ ഇതുപോലൊക്കെയുള്ള ഒരു ചെറിയ മൈൻഡിനൊരു ഡൈവേർഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ് ഇങ്ങനെയുള്ള ഇറങ്ങുന്നതും വീട്ടിൽ നിന്ന് പുറത്ത് പോകുന്നതും ഒക്കെ. അപ്പോൾ ഇവിടെ അങ്ങനെ പോസിറ്റീവ് കേസസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് വരാം. എങ്കിലും എല്ലാവരും മാസ്ക് ഉപയോഗിക്കുന്നുണ്ട്. ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഊരി മാറ്റിയേക്കുന്നതാണ്. ഇവിടെ ഒത്തിരി എപ്പോഴും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തൊക്കെ തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത്. പക്ഷേ ഇവർ പറയുന്നത് പുറത്ത് പോകാൻ തന്നെയാണ് പറയുന്നത്, വിത്ത് പ്രിക്കോഷൻസ്. നെറ്റെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് 6 മാസത്തിന് ശേഷം ഈ ചൂട് കണ്ടപ്പോൾ കളി കണ്ടിന്യൂ ചെയ്ത് ഞാൻ തന്നെ ജയിച്ചിട്ട് വരാമേ.
നമ്മുടെ നാട്ടിലെ ചെമ്പരത്തിപ്പൂ പോലെ തന്നെ ഇരിക്കുന്ന പൂവ് ഒരു പക്ഷെ വെള്ള കളറാണ്. ചെമ്പരത്തിപ്പൂവിൻ്റെ ഏതോ ഒരു ഹൈബിസ്കസിൻ്റെ ഏതോ ഒരു വെറൈറ്റി തന്നെയാണെന്ന് തോന്നുന്നു. അത് ഈ പാർക്കിൻ്റെ അകത്ത് വൈറ്റും കണ്ടു, ഒരു ബ്ലൂ ഉണ്ട്, വൈറ്റും ഉണ്ട്, നല്ല രസമുണ്ട്. അതിൻ്റെ ഇലയും ഒക്കെ അതുപോലൊക്കെ തന്നെ. ചില പൂ വാടി നിൽക്കുന്നു, ചില പൂ വാടാതെ നല്ല ഇതായിട്ട്. ഇതുണ്ട് വേറൊരു കളർ ചെമ്പരത്തി പൂ പോലെ തന്നെ ഇരിക്കുന്ന പൂവ് ഉണ്ട്. വയലറ്റ് തേൻ കുടിക്കാനായിട്ട് കുറേ തേനീച്ചകളും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ നല്ല രസമാണ് ഇത് കാണാനായിട്ട്. പക്ഷെ കഴിഞ്ഞ കൊല്ലമൊന്നും ഈ പൂവ് ഇതധികം പൂ ഉണ്ടായി നിൽക്കുന്നത് ഞാൻ കണ്ടില്ല. പക്ഷേ ഈ കൊല്ലമാണ് ഇതിൽ നിറച്ച് പൂവായിട്ട് വന്നത്. വലിയ ചെടിയാണ്. സാധാരണ നമ്മുടെ നാട്ടിൽ ചെമ്പരത്തി വലുതായിട്ട് നിൽക്കുന്ന പോലെ. രണ്ട് കളറിന് ഒത്തിരി കളേഴ്സ് ഇവിടെ കണ്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ ഈ പാർക്കിൽ ഇത് കാണുന്നത്. നല്ല രസമുണ്ട്. പൂവും നല്ല ഭംഗിയാണ് കാണാൻ. ഇവിടെ ഭയങ്കര പ്രകൃതി ഭംഗിയാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാനായിട്ട്. ഇതുകൊണ്ട് നമ്മുടെ നാട്ടിലെ പീസ് പോലെ ഇരിക്കും. പക്ഷെ പീസൊന്നും അല്ല കേട്ടോ. എന്ത് സാധാരണ ഒരു ചെടി അത്രേ ഉള്ളൂ. വലിയ ചെടിയല്ല, മരം, വലിയ മരം അതിൽ. പക്ഷെ നമ്മുടെ നാട്ടിലെ ആലുണ്ട് കേട്ടോ. ആല് പോലത്തെ തന്നെ ആളാണ്. ആലിൻ്റെ കാര്യത്തിൽ തന്നെ ആയിരിക്കാൻ പറ്റും. പക്ഷെ ഇതിവിടെ ഉണ്ട് ആല്. ഇറ്റലിയിലും ഉണ്ട്. പക്ഷെ ആലിൻ്റെ ഇല അത്രയും വലിപ്പത്തിൽ വരുന്നില്ല നാട്ടിലെ അത്രയും. ഇതൊന്നും ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ ആയിരിക്കും. ഈ വന്നേക്കുന്ന പ്ലേസിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് മുഴുവൻ കാട് പോലെ ഇങ്ങനെ കിടക്കുകയാണ്. അത് അതിൻ്റെ വേറൊരു പാർട്ടി മുഴുവൻ പണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങളൊക്കെയായിരുന്നു. ഇപ്പോൾ അതെല്ലാം എനിക്ക് തോന്നുന്നു അവർ നന്നായിട്ട് റിന്യൂ ചെയ്തെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം മാറ്റി വെച്ചേക്കുവാണ്. കാടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് കൊച്ചു മൊയിലും ഒക്കെ ഇറങ്ങി വരും. കാട്ടുമൊയിലും ഒക്കെ ഇറങ്ങി വരാറുള്ളത്. ഇതൊരു മുട്ട മൽബറി ട്രീ ആണ്. ഈ മൽബറിയുടെ ഹാർവസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ ഒന്നും അങ്ങനെ ഒത്തിരി മൽബറി ഒന്നും ഇല്ല. എല്ലാം കഴിഞ്ഞു. എൻ്റെ കയ്യിലെല്ലാം കഴിഞ്ഞു. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തും ഉണ്ടായിരുന്നത് ഇപ്പം ഇല്ല. ഇപ്പം എല്ലാ പരിപാടികളും അതിൻ്റെ സമയം കഴിഞ്ഞു. ആ സ്ഥലങ്ങളിൽ എല്ലാവരും കുടകളൊക്കെ വെച്ച് നന്നായിട്ട് കുളിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ഈ വയലറ്റ് പൂവുണ്ടോ ഇവിടെ 6 മാസം എല്ലാം തണുപ്പുള്ളൂ, ചൂടുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഒത്തിരി പല കളറിൽ ഈ കാട്ടുപൂക്കളാണെങ്കിലും ഉണ്ടാകുന്നത് ഭയങ്കര രസമാണ് കാണാൻ. നല്ല കളറുമാണ്. ഏകദേശം നമ്മുടെ സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് സോൾജേഴ്സ് അവിടെ ആ വേൾഡ് വാർ നടത്തിയതിനു ശേഷം ആ വേൾഡ് വാറിൽ ഒത്തിരി സോൾജേഴ്സ് മരിച്ച്
അന്നത്തെ കാലത്ത് ഇന്നത്തെ ആ ചരിത്രം പറയുന്നത് ഇതിലൂടെ ചോരപ്പുഴ ഒഴുകി എന്നൊക്കെയാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്തുവാ, ഇതുവഴിയെല്ലാം ഇതൊന്ന് ഒത്തിരി സോൾജേഴ്സ് മരിച്ചതിനായിരിക്കും അവരങ്ങനെ ആ ഡിസ്ക്രിപ്ഷനായിരിക്കും കൊടുത്തിരിക്കുന്നത്. നമുക്കപ്പോൾ ഇതിൻ്റെ ഈ അരുവിയുടെ കാഴ്ചകൾ കാണാനായിട്ട് അങ്ങോട്ടേക്ക് നീങ്ങാം. വാ. ഈ ആറ്റിൽ നല്ല ഊരിളം കല്ലുകളാണ് കിടക്കുന്നത്. കൊണ്ട് ഇത് ഈ ആറിൻ്റെ പ്രത്യേകത വെച്ച് മാച്ചിരിക്കുന്നവർ. അപ്പം ഞാൻ ഈ വെള്ളത്തിൽ ഒന്ന് ഇറങ്ങിയിട്ട് വരാം. നല്ല തണുപ്പാണ്. ഇത്രയും ചൂട് പുറത്തുണ്ടായിട്ട് നല്ല തണുപ്പായി വെള്ളത്തിന് കേട്ടോ. ഇത് നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഇപ്പം സമയം 8 മണി കഴിഞ്ഞു. വൈകിട്ട് ഇവിടെ എന്ത് സണ്ണി ഡേ ആണെന്ന് നോക്കിയേ. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇവിടെ ഇരുട്ടുന്നത് ഇപ്പോൾ 9-9:30 രാത്രി ആകുമ്പോഴാണ് ഇവിടെ ഇരുട്ടാറുള്ളത്. അതുകൊണ്ടാണ്. അപ്പം ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കും. ആർക്കാണ് ഇഷ്ടപ്പെടാത്തതല്ലേ? ഒരു പുതിയ സ്ഥലം കാണുക, അതിൻ്റെ പല കാര്യങ്ങൾ അറിയുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമില്ലേ? എനിക്കും ഇഷ്ടമുള്ളത് തന്നെയാണ്. അപ്പം ഈ വ്ളോഗ് ഇന്ന് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം അടുത്ത നല്ല വെറൈറ്റി ആയിട്ടുള്ള സംഭവമായി വരുന്നിടം വരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.